ഈ ലോക ജീവിതത്തിനപ്പുറം ഒരു ജീവിതം ഉണ്ടെന്നും നിത്യജീവനുണ്ടെന്നും സ്വർഗമുണ്ടെന്നും നരകമുണ്ടെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ബോധ മനസ്സിലേക്ക് വെളിപ്പെടുത്തി തരുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. ആത്മാവിന്റെ സ്വരം കേൾക്കുന്ന ദൈവമക്കളായി നമ്മൾ രൂപപ്പെടണമെങ്കിൽ, ദൈവത്തോട് ഐക്യപ്പെട്ട് ദൈവത്തെ കേൾക്കാൻ പ്രിയപ്പെട്ടവരെ ഒരു ക്വാളിറ്റി ടൈം ജീവിതത്തിന്റെ എല്ലാ ദിവസവും നമ്മൾ കണ്ടെത്തണം. പ്രാർത്ഥിക്കാനല്ല, അവനെ കേൾക്കാൻ. അതാണ് പ്രാർത്ഥന. ദൈവത്തെ ശ്രവിക്കുന്നതാണ് പ്രാർത്ഥന. ഒത്തിരി ഉരുവിടുന്നതല്ല, ദൈവത്തെ ശ്രവിക്കുന്നത്. അതുകൊണ്ടാണ് യേശുവിന്റെ ഗത്സമന്റെ പ്രാർത്ഥന എന്തായിരുന്നു? ആദ്യം ഈശോ പറഞ്ഞു, അപ്പാ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് എടുത്തു മാറ്റണേ. സഹിക്കാൻ പറ്റുന്നില്ല, എടുക്കാൻ പറ്റുന്നില്ല, അത്രമാത്രം. കാരണം ഈശോ പിറ്റേ ദിവസത്തെ കുരിശ് വഹിക്കുന്നതും കാൽവരി കുരിശിൽ 3 ആണികളിൽ അവന്റെ കൈകാലുകൾ തറയ്ക്കുന്നതും അതിൽ നിന്ന് രക്തം വാർന്നെഴുകുന്നതും ഈശോ ഇങ്ങനെ ആത്മാവിൽ കണ്ടുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഈശോ പറഞ്ഞു, എനിക്ക് പറ്റില്ല, ഈ പാനപാത്രം കുടിക്കാൻ പറ്റില്ലല്ലോ. ഇത് കഴിഞ്ഞിട്ട് എല്ലാം ശാന്തമായി. പിന്നെ ഒരു സ്വരവുമില്ല, ഒന്നുമില്ല. അപ്പന്റെ സ്വരം പോലും അവിടെ ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റുന്നില്ല. പക്ഷേ കർത്താവ് ശാന്തമായിട്ട് നിന്നിട്ട് ദൈവത്തിന്റെ സ്വരം, പിതാവിന്റെ അപ്പന്റെ സ്വരം ആത്മാവിൽ കേൾക്കുകയാണ്. നീ ഈ പാനപാത്രം കുടിക്കണം, ഇത് കുടിച്ചാലേ ലോകത്തിന്റെ രക്ഷ സാധ്യമാകൂ. നീ കുരിശുമരണത്തിലൂടെ കടന്നുപോയാല് ലോകത്തിന്റെ നിത്യരക്ഷ ഉറപ്പിക്കാൻ പറ്റൂ. അതുകൊണ്ട് ഈശോ അവിടെ നിന്നിട്ട് പറഞ്ഞു, അപ്പാ എങ്കിലും എന്റെ ഇഷ്ടമല്ല, ഇത് നിന്റെ ഇഷ്ടമാണെങ്കിൽ അങ്ങനെ നടക്കട്ടെ. തീവ്രവേദനയുടെ, ദുഃഖത്തിന്റെ, ഒറ്റപ്പെടലിന്റെ, തിരസ്കരണത്തിന്റെ അനുഭവത്തിന്റെ നടുവിൽ പ്രിയ ദൈവ പൈതലെ, ആത്മാവിന്റെ പ്രേരണയനുസരിച്ച് ജീവിക്കുന്ന ഒരു ദൈവ പൈതലിന് മാത്രമേ ഈ ഗത്സമൻ അനുഭവത്തെ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ പറ്റൂ. അല്ലെങ്കിൽ അവിടെ വീഴും, അല്ലെങ്കിൽ അവിടെ തളർന്ന് തരിപ്പണമായി. പ്രലോഭനം വരുമ്പോ, പ്രതിസന്ധി വരുമ്പോ, സഹനം വരുമ്പോ, ഒറ്റപ്പെട്ടു പോകുമ്പോ, മാറ്റി നിർത്തപ്പെടുമ്പോ, കളിയാക്കപ്പെടുമ്പോ, ആരുമില്ലാത്ത ജീവിതത്തിന്റെ തോന്നലുകൾ ജീവിതത്തിൽ സമ്മാനിക്കപ്പെടുന്ന അനുഭവത്തിന്റെ നടുവിൽ അതിനപ്പുറം പോകാൻ ഒരു ജഡിക മനുഷ്യന് സാധ്യമല്ല. എന്നാൽ ഒരു ആത്മീയ മനുഷ്യന് അതിനപ്പുറം ചലിക്കാൻ പറ്റും, അതിനപ്പുറം പോകാൻ പറ്റും. ഒരു ആത്മീയ മനുഷ്യനെ തോൽപ്പിക്കാൻ ലോകത്തിന് പറ്റില്ല. അൽഫോൻസാമയെ ലോകത്തിന് തോൽപ്പിക്കാൻ പറ്റുമോ? ചാവറേച്ചനെ ലോകത്തിന് തോൽപ്പിക്കാൻ പറ്റുമോ? മരിയ കുര്യത്തിയെ ലോകത്തിന് തോൽപ്പിക്കാൻ പറ്റുമോ? വിശുദ്ധ അന്തോണീസിനെ ലോകത്തിന് തോൽപ്പിക്കാൻ പറ്റുമോ? വിശുദ്ധ അസീസിയെ ലോകത്തിന് തോൽപ്പിക്കാൻ പറ്റുമോ? പറ്റിയില്ല, അത് പറ്റില്ല. കാരണം ലോകത്തിന്റെ മനുഷ്യരല്ല. ആത്മാവിന്റെ പ്രേരണയനുസരിച്ച് ജീവിച്ച മനുഷ്യരെ എങ്ങനെ ലോകത്തിന് തോൽപ്പിക്കാൻ പറ്റും? ഇന്ന് ലോകം നമ്മളെ തോൽപ്പിക്കുന്നുണ്ടെങ്കിൽ, ജഡം നമ്മളെ തോൽപ്പിക്കുന്നുണ്ടെങ്കിൽ, പാവം നമ്മളെ തോൽപ്പിക്കുന്നുണ്ടെങ്കിൽ, പിശാച് നമ്മളെ തോൽപ്പിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം നമ്മൾ പരിശുദ്ധാത്മാവിന്റെ മക്കളായി, പരിശുദ്ധാത്മാവിന്റെ പ്രേരണയനുസരിച്ച് ജീവിക്കുന്നവരായി മാറാത്തത് കൊണ്ടാണ്. പല കാരണങ്ങളൊന്നുമില്ല. അപ്പൊ ഒരു നിമിഷമല്ല. അതുകൊണ്ടാണ് പൗലോസ് നിങ്ങൾ എപ്പോഴും നിരന്തരം ആത്മാവിന്റെ പ്രേരണയനുസരിച്ച് വ്യാപരിക്ക്. ആത്മാവ് പറയുന്നത് കേൾക്ക്. കേൾക്കാൻ ദൈവാത്മാവിനോട് ഐക്യപ്പെട്ട് ഒരു വിശുദ്ധ ജീവിതം നയിക്കണം. ദൈവത്തിന്റെ ഹൃദയത്തോട് നമ്മുടെ ഹൃദയത്തെ ചേർത്ത് വെച്ചിട്ട് അവന്റെ സ്പന്ദനങ്ങൾ അറിയണം. അവൻ പറയുന്നത് കേൾക്കാൻ നിന്റെ ജീവിതത്തിൽ നീ സമയം കണ്ടെത്തുമ്പോ ദൈവം നിന്നോട് ഇങ്ങനെ നിരന്തരം സംസാരിക്കാൻ തുടങ്ങും. മനോഹരമാണെന്നറിയാവോ പ്രിയപ്പെട്ടവർ? ആ ജീവിതം എന്തൊരു ആനന്ദദായകമാണ്. ആ ജീവിതം എന്നറിയാവോ?